നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. വാട്സപ്പിൽ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ഏറ്റവും ആദ്യത്തിൽ നമ്മൾ ഈ ചാനലിലൂടെ അവതരിപ്പിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിനകത്ത് ഏറ്റവും പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഫീച്ചറാണ്. ഏതാണ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീച്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിലായിട്ട് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പ്രൊഫൈൽ ഭാഗത്ത് പേരിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് പുതിയൊരു ഫീച്ചർ കാണാം. ആഡ് ടു ഫേവറേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ആഡ് ടു ഫേവറേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ വ്യക്തി, പ്രിയപ്പെട്ട വ്യക്തികളെ ഇതുപോലെ നിങ്ങൾ ആഡ് ഫേവറേറ്റിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യേണ്ട വ്യക്തികളൊക്കെ, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ വ്യക്തികളെ നിങ്ങൾക്ക് ഇത്തരത്തിൽ അയാളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഭാഗത്തെത്തി ആഡ് ടു ഫേവറേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഇതുപോലെ നിങ്ങൾ ആഡ് ടു ഫേവറേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫേവറേറ്റ്സ് എന്നുള്ളൊരു ഫീച്ചർ പുതുതായിട്ട് വന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആരൊക്കെയാണോ ഫേവറേറ്റ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആഡ് ഫേവറേറ്റ് എന്നുള്ള ഭാഗമുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വ്യക്തികളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ആവശ്യമില്ലെങ്കിൽ ആ വ്യക്തിയെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ഈ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വെച്ചത് റിമൂവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ ഇതുപോലെ ഫേവറേറ്റ്സ് എന്നൊരു ഫീച്ചർ കാണാൻ സാധിക്കും. അൺറീഡ്, ഫേവറേറ്റ്സ്, ഗ്രൂപ്പ്സ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കുകയും അവരോട് വേഗത്തിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതായത് നമ്മൾ സാധാരണ വ്യക്തികളെ പിൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ഞാനിവിടെ ഒരുപാട് വ്യക്തികളെ പിൻ ചെയ്ത് വെച്ചാൽ കാണാൻ സാധിക്കും. 3-ൽ കൂടുതൽ വ്യക്തികളെ പിൻ ചെയ്യാൻ വാട്സപ്പ് അനുവദിക്കുന്നില്ലെങ്കിലും ചെറിയ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര പേർ വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനേക്കാൾ എളുപ്പത്തിൽ വാട്സപ്പ് അവതരിപ്പിച്ചതാണ് 3-ൽ കൂടുതൽ ആളുകളെ പിൻ ചെയ്യാനുണ്ടെങ്കിൽ അത്തരം വ്യക്തികളെ ഫേവറേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവർ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ വന്നാൽ ഇവിടെ ഫേവറേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഫേവറേറ്റിലേക്ക് മാറ്റിയ വ്യക്തികളെ കാണാൻ സാധിക്കും. ജസ്റ്റ് അവരെ ക്ലിക്ക് ചെയ്ത് അവരോട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഫേവറേറ്റ് എന്നുള്ള ഭാഗം കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടൊന്ന് വലിച്ചു നോക്കണം. അപ്പോഴാണ് ഇവിടെ ഫേവറേറ്റ് എന്ന് കാണാൻ സാധിക്കുക. തൊട്ടടുത്ത് ഗ്രൂപ്പ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പിനകത്തുള്ള മുഴുവൻ ഗ്രൂപ്പുകളും ഒറ്റയടിക്കാൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അൺറീഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ വായിക്കാത്ത ഏതെങ്കിലും മെസ്സേജുകളുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സൗകര്യം ഇപ്പോൾ നിലവിൽ വാട്സപ്പ് ബിസിനസ്സിലാണ് എത്തിയിരിക്കുന്നത്. നോർമൽ വാട്സപ്പിലേക്ക് അടുത്ത ദിവസങ്ങളായിട്ട് തന്നെ എത്തും. അപ്പോൾ ഈ ഒരു ഫീച്ചർ വാട്സപ്പ് ബിസിനസ്സിൽ ലഭിക്കുന്നതിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.